8ാമത് മരുതോങ്കര ഫൊറോന ബൈബിൾ കൺവെൻഷന് സംബന്ധിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം വളരെ പ്രത്യേകതയുള്ളതാണ്. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹം ഇന്നും ഉണ്ട് എന്നും ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ വചനത്തിൻ്റെ അനുഭവം സ്വീകരിക്കുവാനായി കടന്നു വരുന്നവരെ ശുശ്രൂഷിക്കുവാനായിട്ട് വളരെ താല്പര്യത്തോടുകൂടി ഇറങ്ങി വന്നിരിക്കുന്ന ഒരു സമൂഹവും, അതേസമയം വചനം കേട്ട് വചന അനുഭവം ജീവിതത്തിൽ സ്വീകരിച്ച് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്കും പുതിയ ജീവിതത്തിലേക്കും കടന്നു വരുന്ന വലിയൊരു സമൂഹത്തെയും എനിക്ക് കണ്ടെത്താൻ സാധിച്ചു. ഈ ബൈബിൾ കൺവെൻഷൻ തീർച്ചയായിട്ടും ഏറെ പേരെ വിശ്വാസ ജീവിതത്തിൽ വളരുവാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഇതുപോലുള്ള ബൈബിൾ കൺവെൻഷനുകൾ ഈ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും വിവിധങ്ങളായ ഭാഗങ്ങളിൽ നടക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവാനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ കൃപയുടെ ഒരു വലിയ നിറവ് ആവശ്യമുണ്ട്. അതിന് നമ്മെ സഹായിക്കുന്നതാണ് പാപസങ്കീർത്തന വേദിയിലേക്കുള്ള നമ്മുടെ യാത്ര, കുമ്പസാരക്കൂട്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നു. പ്രിയപ്പെട്ട, എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയാണ്. 28ാമത്തെ അധ്യായം നിയമാവർത്തന പുസ്തകം 2ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: അവിടുത്തെ വചനം ശ്രവിച്ചാൽ, ഈ വചനമനുസരിച്ച് ജീവിച്ചാൽ ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവ് പറയുകയാണ്, എന്തൊക്കെയാണ്? കർത്താവിൻ്റെ വചനമനുസരിച്ച്, കർത്താവിൻ്റെ കൽപ്പനകളനുസരിച്ച്, കർത്താവിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു തരുന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, നാട്ടിലും നഗരത്തിലും പട്ടണത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നാട്ടിലും വീട്ടിലും നഗരത്തിലും വയലിലും എല്ലാം നീ അനുഗ്രഹീതനായിരിക്കും. എങ്ങനെ? വീണ്ടും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ കൽപ്പനകളും എൻ്റെ ചട്ടങ്ങളും എൻ്റെ പ്രമാണങ്ങളും സൂക്ഷ്മമായി പാലിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, വിളവുകൾ അനുഗ്രഹിക്കപ്പെടും, അതോടൊപ്പം തന്നെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും എന്ന് കർത്താവ് പറയുകയാണ്. നിന്റെ കന്നുകാലിക്കൂട്ടം വളർത്തുമൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വീണ്ടും കർത്താവ് പറയുകയാണ് 7ാമത്തെ വാക്യത്തിലൂടെ, നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിച്ചു കളയും. വീണ്ടും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 6ാമത്തെ വാക്യം, നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. ലോകത്തിലുള്ള സകല മനുഷ്യരും ഭയപ്പെടും. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിയ ഭയമായിരുന്ന ആൾക്ക്. ഭയം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വലിയൊരു നമ്മൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. കർത്താവിൻ്റെ കൽപ്പനകളോട് വിശ്വസ്തത പുലർത്തി ജീവിച്ച നമ്മുടെ പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നതായ സ്ഥാനവും മഹിമയും മഹത്വവും ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് സമൂഹം നൽകുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പണ്ട് നേരത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല. പണം കാര്യമായിട്ടില്ലായിരുന്നു. സമ്പത്ത്, കൃഷിയിടങ്ങൾ, ഒരുപക്ഷെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടെന്നിരിക്കും. പക്ഷെ സമ്പത്തെന്ന് പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. കർത്താവിനോടുള്ള വിശ്വസ്തത, കൽപ്പനകളോടുള്ള വിശ്വസ്തത, വിശുദ്ധിയോടെ ജീവിക്കാനുള്ള ആഗ്രഹം, മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറത്തേക്ക് ദൈവത്തോട് ചേർന്നുള്ള കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഒരു പാരമ്പര്യമുള്ള മാതാപിതാക്കളുടെ സന്തതി പരമ്പരകളുടെ ഒരു വിഭാഗമാണ്, ഒരു തലമുറയാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ ജീവിച്ച
വിശ്വസ്തത പുലർത്തി കർത്താവിനോട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വസ്തത എന്ന് പറയുന്നത് ജീവനെക്കുറിച്ചുള്ള കാര്യത്തിലുള്ള വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതായിരുന്നു നമ്മുടെ കാരണം മാതാപിതാക്കൾക്ക്. അതിൻ്റെ നിലയും അതിൻ്റെ വിലയും അതിൻ്റെ മഹത്വവും അവർ നന്നായിട്ട് അനുഭവിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ കാരണന്മാരൊക്കെ പണ്ടൊക്കെ നടന്നിരുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ വലിയ വലിയ ഞെളിഞ്ഞായിരുന്നു നടന്നിരുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല കാരണന്മാരിങ്ങനെ നടക്കും, പുറത്തേക്ക് കൈയെല്ലാം ഇങ്ങനെ കെട്ടി, ഇങ്ങനെ പുറകോട്ട് കെട്ടി, വലിയ കുടവയറൊക്കെ ചാടി, പുറത്തൊക്കെ ഇങ്ങനെ തോളയിലൊക്കെ വലിയ തോർത്തൊക്കെ ഇട്ട് ഇങ്ങനെ വലിയ ആഠ്യത്വത്തോടെ ഇങ്ങനെ നടക്കുന്ന ചേട്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ എന്തോ കയ്യിലുണ്ടെന്നുള്ള രീതിയിലാണ്. ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഉണ്ടായിരുന്നു എന്താണെന്നറിയാമോ? പുറകിലൊരു ജാഥയ്ക്കുള്ള ആൾ പുറകെ ഉണ്ടായിരുന്നു. ഒരു ജാഥയ്ക്ക് ഉള്ള ആൾ പുറകെ ഉണ്ടായിരുന്നു. നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ സന്തോഷം തോന്നും. ഇന്ന് നടക്കുന്ന ആൾക്കാർ എങ്ങനെ നടക്കുന്നു? കാരണം എന്നാ? അങ്ങനെയുള്ള രണ്ടെണ്ണോ പുറകിലുള്ളൂ, നരന്ത് പോലത്തെ രണ്ടെണ്ണം. മനസ്സിലായോ? രണ്ടെണ്ണേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കൽപ്പനകളോട് വിശ്വസ്തത പുലർത്തി എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തത പുലർത്തി എന്നുള്ളതാണ്. മാനുഷികമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലുകളുമില്ലാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചു നമ്മുടെ മാതാപിതാക്കൾ. മനസ്സിലായോ? ഇന്നത്തെ തലമുറയോട് ഇതുവല്ലം പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് ചോദിക്കും, നമ്മളൊക്കെ ബുദ്ധി ദൈവം തന്നതല്ലേ അച്ഛാ, കഴിവൻ ദൈവം തന്നതല്ലേ അച്ഛാ, നമ്മളിങ്ങനെ കണക്ക് കൂട്ടാൻ പാടുന്നു, നമ്മളിങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കണ്ടേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആശ്രയബോധം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കരങ്ങളിൽ പിടിക്കുന്ന പറഞ്ഞാൽ കരങ്ങൾ പിടിക്കുക, അത്ര തന്നെ. രോഗപീഠകൾ വന്നു, പകർച്ചവ്യാധികൾ വന്നു, വിഷമതകൾ വന്നു, പ്രയാസങ്ങൾ വന്നു, വലിയ ഞെരുക്കങ്ങൾ വന്നു. ഉടനെ മക്കളെ എല്ലാം കൂടെ കൂട്ടി പള്ളിയിലേക്ക് ഓടുക, പ്രാർത്ഥിക്കുക, വിശുദ്ധരുടെ മുമ്പിലേക്ക് അണയുക, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ ഗീവർഗീസ് മുതലായ വിശുദ്ധരുടെ അടുക്കിലേക്ക് ചെല്ലുക, പ്രാർത്ഥിക്കുക, മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. കുടുംബങ്ങളിൽ സകല വിശുദ്ധരുടെയും ലുത്തിനിയ, വിശുദ്ധീകരാത്മാക്കളുടെ ലുത്തിനിയ പ്രാർത്ഥിക്കും, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് ജീവിക്കും. ഞായറാഴ്ചകളിൽ ഒരിക്കൽ പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കൂല. ഞാൻ ഓർക്ക് ഒരു സഹോദരനെ ഞാൻ കണ്ടു ഒരിക്കൽ. അദ്ദേഹം എന്നോട് പറഞ്ഞാൽ, അച്ഛാ, ഞാൻ കച്ചവടക്കാരനാണ്, 5ാമത്തെ തലമുറയാണ് കച്ചവടം ചെയ്യുന്നത്. ഈ വർഷം ഞങ്ങളുടെ 100 വർഷമായി ഞങ്ങളുടെ കച്ചവടം തുടങ്ങിയിട്ട്. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇത് സാധിച്ചു? അദ്ദേഹം പറഞ്ഞു, പൈതൃകമായി ഞങ്ങൾക്ക് കിട്ടിയ കുറേ പാരമ്പര്യങ്ങളുണ്ട്, അണുവീട ഞങ്ങൾ വ്യതിചലിച്ചിട്ടില്ല, അണുവീട വ്യതിചലിച്ചിട്ടില്ല. ഞായറാഴ്ചകളിൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നുള്ളത് അക്ഷരം പ്രതി ഇന്നും എൻ്റെ മക്കൾ ഞാനും പാലിച്ചു കൊണ്ടുപോകുന്നു. കാരണവന്മാർ പറഞ്ഞു തന്നാണ്, വചനത്തിൽ അതുണ്ട്, കൃത്യമായിട്ട് പാലിക്കുന്നു. വെള്ളിയാഴ്ചകളിൽ ഉപവസിക്കുന്നു, ആദ്യ വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിക്കുന്നു. ഞങ്ങൾക്കുള്ളതിൻ്റെ ഓഹരി ദശാംശമായി പാവപ്പെട്ടവർക്ക് സുവിശേഷ ശുശ്രൂഷയ്ക്ക് പരമ്പരാഗതമായി നൽകിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും കുറവില്ല. വലിയ 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 ഭോഷായിട്ടുള്ള വലിയ സമ്പത്തിൻ്റെ സമൃദ്ധിയൊന്നുമില്ല. 10-600ഓളം ജോലിക്കാർക്ക് തീറ്റ കൊടുക്കുന്നു, അവരുടെ കുടുംബങ്ങളെ പോറ്റുന്നു. വലിയ മേൽഗതി എന്ന് പറയല്ലേ, അതൊന്നുമില്ല. കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇത്രയും പേർക്ക് ശമ്പളം കൊടുക്കുന്നു, അവരുടെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മാതാപിതാക്കൾ പകർന്നു തന്ന വിശ്വസ്തതയുടെ ജീവിതം. വിശ്വസ്തതയുടെ ജീവിതം. കർത്താവ് പറയുക, നിന്റെ മാവ് കുഴയ്ക്കുന്ന കലവും അപ്പക്കൊട്ടയും ഞാൻ അനുഗ്രഹിക്കും. കർത്താവ് പറയുക, കർത്താവിൻ്റെ വചനത്തിനും ഒരിക്കലും ഒരു വ്യത്യാസമില്ല. വീണ്ടും കർത്താവ് പറയുക, 12ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? തക്ക സമയത്ത് മഴ പെയ്ച്ച്, കൃത്യമായിട്ട് കേൾക്കണം,
നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. തക്ക സമയത്ത്, വേണ്ട സമയത്ത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ദൈവമേ ഇപ്പം ഇച്ചിരി മഴ കിട്ടിയായിരുന്നെങ്കിൽ, അല്ല ഇച്ചിരി ഉണക്ക് കിട്ടിയായിരുന്നെങ്കിൽ, ഇച്ചിരി വേനലും കിട്ടിയായിരുന്നെങ്കിൽ, ഇച്ചിരി മഴ കിട്ടിയായിരുന്നെങ്കിൽ, ഇച്ചിരി വേനൽ മഴ കിട്ടിയായിരുന്നെങ്കിൽ. കർത്താവ് പറയുകയാണ്, ഇതേ അവിടുന്ന് തൻ്റെ വിശിഷ്ടമായ ഭണ്ഡാരത്തിൽ നിന്ന് ആകാശം തുറന്ന് എപ്പോഴെങ്കിലും മഴ തരുമെന്നല്ല കർത്താവ് പറഞ്ഞത്. തൻ്റെ ജനത്തിന് തക്ക സമയത്ത് മഴ പെയ്യും. എന്നിട്ട് കർത്താവ് നമ്മളോട് വീണ്ടും പറയുകയാണ്, അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ഈ വചനം ഓർക്കാറുണ്ട്. പണ്ട് 10, 12, 14, 15 മക്കളൊക്കെ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ ഒരു പൈസ പോലും കടം മേടിക്കാതെ ഉള്ളത് മുഴുവൻ സ്വരുക്കൂട്ടി മക്കളെയൊക്കെ ഒരു സ്ഥലത്തിൽ എത്തിച്ച മാതാപിതാക്കളുണ്ട്. ഇന്നോ ആലോചിച്ച് നോക്ക്. ഞാൻ നോക്കാം, ഈ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എൻ്റെ അടുക്കൽ വന്നു, അച്ഛാ മക്കൾക്ക് പഠിച്ചിട്ട് ഒരു ജോലി ഇതുവരെ കിട്ടിയിട്ടില്ല, ഓസ്ട്രേലിയക്ക് പോയിരിക്കുകയാണ്, 20 ലക്ഷം രൂപ ഇപ്പം തന്നെയായി. 20 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ലോൺ എടുത്തതാ. ഈ 2 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ബാങ്കിൽ ഇപ്പം അത് 10 ലക്ഷമായിട്ട് മാറി. എങ്ങനെയെങ്കിലും ഇതൊന്ന് തിരിച്ചടയ്ക്കാനെന്ന് വിചാരിച്ചിട്ട് 20 ലക്ഷം രൂപ കടമെടുത്തിട്ട് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷനും അതിനൊക്കെ ആയിട്ട് പോയിരിക്കുക. തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. നോക്കിയേ, ഒരേ ഒരു കുഞ്ഞിന് വേണ്ടി സമ്പത്ത് മുഴുവൻ നശിപ്പിക്കപ്പെടേണ്ടി വരുന്ന എത്രയോ പരിതോപകരമായ അവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ നേർക്കാഴ്ചയല്ലേ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരാൾക്ക് വേണ്ടി ആലോചിച്ച് നോക്കി, നിങ്ങളാണ് ആലോചിച്ച് നോക്ക്. എത്രയോ കുടുംബങ്ങൾ കടബാധ്യതകളാൽ ഇന്ന് അധോഗതിയിലേക്ക് പോകുന്നു. നമ്മൾ കാണുന്നതല്ലേ. അതോ എന്ത് കാര്യത്തിനാ? ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകൊച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. MSc കഴിഞ്ഞു, MEd കഴിഞ്ഞു, 30 വയസ്സ് പ്രായമായി, കല്യാണം നടക്കുന്നില്ല. ഇവക്ക് പറ്റിയ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ചെറുക്കനെ കിട്ടണ്ടേ? ഇന്ന് പ്രധാനമായിട്ടും സംഭവിക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മിക്കവാറും പെൺകുട്ടികൾ 1 2 പെൺകുട്ടികളുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ 2 പെണ്ണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കൻ 1 പെണ്ണ് ഉണ്ടെന്ന് വിചാരിക്കുക. കാരണവരെന്നാ വിചാരിക്കുന്നത്, ഒരു പെണ്ണല്ലേ അവളെ പഠിപ്പിച്ചങ്ങ് വിട്ടേക്കാന്ന് വിചാരിക്കും. ചെറുക്കന്മാരെന്താ ചെയ്യുന്നത്? തോട്ടിപ്പണിക്ക് ഡിഗ്രി എടുക്കാൻ വേണ്ടിയിട്ട് അവന്മാർ നടക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. കാരണം ഇവനറിയാം ഈ 2 എണ്ണങ്ങളുള്ളത് ചത്ത് കിട്ടിയാൽ ഇവനുള്ളതാണെന്നുള്ളത് ഇവനറിയാം. ഇവൻ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല. എന്നിട്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, നിങ്ങളുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള മക്കൾക്ക് വേണ്ടി നിങ്ങൾ വിവാഹം ആലോചിച്ച് നോക്ക്. അപ്പോൾ അറിയാം അതിൻ്റെ കാര്യം. ഒരെണ്ണം കിട്ടണമെങ്കിൽ ഇന്ന് മഷിയിട്ട് നോക്കിയാൽ കിട്ടാനില്ല. വേണ്ടേ? ആൺപിള്ളേരുണ്ട്, ഉള്ളതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടേ? കിട്ടാനില്ല. കർത്താവ് വചനത്തിലൂടെ പറയുകയാ, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നീ അനേകർക്ക് കടം കൊടുക്കും, നിനക്ക് ഒരിക്കലും കടം വാങ്ങേണ്ടി വരികയില്ല. ഇന്ന് എത്രയോ കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരെ കടം വാങ്ങിച്ച് തന്നെ തകർന്നടിഞ്ഞു പോയിട്ടുണ്ടെന്നറിയാമോ? കടം പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യം നമ്മൾ ചോദിക്കും, അച്ഛൻ എന്നാ ഈ പറയുന്നത്, ഈ പിള്ളേരെ പഠിപ്പിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന എത്ര പേരെ, പഴയ കാരണന്മാരുടെ കാര്യം ചോദിക്കുന്നത്, എത്ര പേരെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്? ഞാൻ അവർക്ക് ഇപ്പോൾ ബഥാനിയയിൽ നിത്യാരാധന ചാപ്പൽ, നിങ്ങൾക്കറിയാം, 24 മണിക്കൂർ ആരാധന നടക്കുന്ന നിത്യാരാധന ചാപ്പല്. അവിടെ ഒരു ബറ്റാലിയൻ രാവിലെ ഇങ്ങോട്ട് വരും. പിള്ളേരും എല്ലാവരും കൂടി ഒരുമിച്ചാണ് വരുന്നത്. പിള്ളേരെ സ്കൂളിലേക്ക് വിടും. അമ്മമാർ നിത്യാരാധന ചാപ്പലിരുന്ന് പ്രാർത്ഥന വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പ്രാർത്ഥന വളരെ നല്ലത്. പക്ഷേ ഇവർ പഠിക്കാതെ ഇവിടെ ഇരുന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കുറച്ചുകൂടെ ഗ്യാസ് എഴുതി വെക്കാനായിട്ട് കുറച്ചുകൂടെ പ്രേരണ കിട്ടുമായിരിക്കും ചിലപ്പോൾ. ഇങ്ങനെ ഒരു മടി കൂടാതെ എല്ലാം എഴുതി വെക്കാനായിട്ട് പിള്ളേർ വരും. കാരണന്മാരിങ്ങനെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന കാണാം.
ഞാനിത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ കാരണന്മാർ എന്നെ പഠിപ്പിച്ചു. അധികം കാലമൊന്നും ആയില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പ്രായമൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, എന്നെ കാണുമ്പോൾ തന്നെ അറിയാം. അധികം കാലമൊന്നും ആയില്ല കഴിഞ്ഞിട്ട്. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ദൈവമേ, ഈ 5-8 എണ്ണങ്ങളെ ഉണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്നു. ബെന്നി ഇപ്പം എത്രയില്ല? അവൻ എത്രയില്ല? അപ്പോൾ മേരി 8-ല്, വലസ് മീന 6-ല്, ബെന്നി 4-ലായിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് ഏത് പരീക്ഷ, എന്ത് പരീക്ഷ, ഏത് പരീക്ഷ? 5 രൂപ 25 പൈസ ഒരു വർഷം ഫീസ് കൊടുക്കാനുണ്ട്. 5 രൂപ 25 പൈസ. പിന്നെ അഡീഷണലായിട്ട് നമുക്ക് ഒരു ഇത്രയും നീളത്തിലൊരു തുണി തുന്നലിന് അതിന് വേണ്ടിയിട്ടുണ്ട്. 2 സൂചിയുണ്ട്. ഇതൊക്കെയുള്ളൂ കാരണന്മാർക്ക് ചിലവ്. പിന്നെയുള്ളത് പഴയ ആൾക്കാരുടെ കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങൾ. പിന്നെ ആൺപിള്ളേർ തന്നെ, പെൺപിള്ളേർ തന്നെയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അവരുടെ ഡ്രസ്സ്, അതെല്ലാം എടുത്ത് ഇങ്ങനെ വേറെ എന്താ ഈ മാതാപിതാക്കൾ അവരിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതുപോലെ വളർത്തിയിട്ടില്ല. ഇപ്പം വളർത്തുന്നത് പോലെ വളർത്തിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം വളർത്തുന്നത് പോലെ വളർത്തിയതിലും മെച്ചമായ രീതിയിൽ ഈ മക്കളൊക്കെ ആയിട്ടുണ്ട്. കർത്താവിൻ്റെ കൽപ്പനകളോടും ചട്ടങ്ങളോടും വിശ്വസ്തത പുലർത്താതെ മാതാപിതാക്കൾ മാനുഷികമായ രീതിയിൽ കണക്കുകൂട്ടലുകൾ നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു? അധോഗതി, കഷ്ടകാലം നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പനകളോട് വിശ്വസ്തത പുലർത്താതിരുന്നതിനെ ഓർത്ത് മാപ്പ് ചോദിക്കണം. ഞാൻ നിങ്ങൾക്കറിയാമല്ലോ, ഒരു പ്രോ ലൈഫിൻ്റെ ആളാണ്. ജീവന്റെ സമൃദ്ധിക്ക് വേണ്ടി എപ്പോഴും പറയുകയും പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ, അനേകർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രോ ലൈഫിൻ്റെ ഒരാളാണ്. കാരണം വ്യക്തമായൊരു ബോധ്യത്തിൽ നിന്നാണ് ഈ ജീവന് വേണ്ടി സംസാരിക്കുന്നത്. ഈ നാളുകളിൽ കുടുംബത്തിൽ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന മാതാപിതാക്കൾ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം ജീവന് വേണ്ടി നിലനിൽക്കുന്നില്ല, നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത്. ഏറ്റവും വലിയ വിപത്ത് അത് പ്രധാനപ്പെട്ടതാണ്. വീണ്ടും കർത്താവ് പറയുക, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. 13-ാമത്തെ വാക്യത്തിലൂടെ കർത്താവ് പറയുക, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? ഇന്ന് ആർക്കാ നമ്മളെ വേണ്ടത്? പാർട്ടിക്കാർക്ക് വേണോ? അവർക്കറിയാം വലിയ ശക്തിയൊന്നും ഇല്ലെന്ന്. പണ്ടൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ നാട്ടിലും നാട്ടുമ്പുറങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാർഡ് മുഴുവനും ഒരു കുടുംബം തന്നെയായിരിക്കും. ഒരു വാർഡ് മെമ്പറെ ജയിപ്പിക്കണോ തോൽപ്പിക്കണോ എന്ന് അവിടെയുള്ള ആ കുടുംബം വിചാരിച്ചാൽ നടക്കുമായിരുന്നു. മനസ്സിലായോ? ഒരു 10 വീടുണ്ടെങ്കിൽ ഒരു 110 പേരെങ്കിലും അവിടെ ഉണ്ടാകുമായിരുന്നു. ഇന്നൊരു 50 വീട് എടുത്താൽ 100 പേര്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആൾക്കാർക്ക് പേടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരുന്നു, ഈ കുടുംബം അവർ വിചാരിച്ച ഇന്ന കാര്യം നടന്നിരിക്കും. കർത്താവ് പറയുക, കർത്താവ് വചനത്തിലൂടെ നമ്മൾ പറയുക, നിന്നെ ജനതകളുടെ നേതാവാക്കി മാറ്റും ഞാൻ നീ ആരുടെ ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. കർത്താവ് പറയുക, ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുക, ഒരു പള്ളിയുടെ മുമ്പിൽ ഒരു 4 ഏക്കർ സ്ഥലമായിട്ട് ജീവിച്ച ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. 4 ഏക്കർ സ്ഥലമായിട്ട് അദ്ദേഹത്തിൻ്റെ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. മരിക്കുമ്പോൾ ഒരു ചെറ്റക്കുടിലിൽ കിടന്നാണ് മരിക്കുന്നത്. ചെറ്റക്കുടിലിൽ. ഞാനതിൻ്റെ ചരിത്രമൊന്നും പറയുന്നില്ല. കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഒരു ഗ്ലാസ് ചായ ആരെങ്കിലും കൊണ്ടുപോയി കൊടുത്തു. ഇനി നീ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നില്ലേ? കർത്താവ് വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. 16-ാമത്തെ വാക്യം, നഗരത്തിലും വയലിലും നീ ശപിക്കപ്പെട്ടവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക, നീ എൻ്റെ കൽപ്പനകൾ പാലിക്കാതിരുന്നത് കൊണ്ട് നീ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും നിനക്ക് ശ്രേയസ് ഉണ്ടാകുകയില്ല, ഒരിക്കലും ഒരു മേൽഗതി ഉണ്ടാകുകയില്ല. ആണല്ലോ, മനസ്സിലായില്ലേ? നീ എൻ്റെ കൽപ്പനകളോട് ചട്ടങ്ങളോട് വിശ്വസ്തത പുലർത്താത്തത് കൊണ്ട് നിന്റെ പ്രയത്നങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ലെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് വീണ്ടും നമ്മളോട് പറയുകയാണ്,
ഇന്ന ഇന്ന കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. 22-ാമത്തെ വാക്യം, ക്ഷയം, പനി, വീക്കം, അത്യുഷ്ണം, വാള്, വരൾച്ച, വിഷക്കാറ്റ്, പൂപ്പൽ പ്രഹരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊന്ന് വായിക്കണേ നമ്മൾ. അതായത് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണിത്. നമ്മൾ വിചാരിക്കും ഏത് കാലം ഞാനൊരു ഞായറാഴ്ച പള്ളിയിൽ പോയാൽ മതി, അല്ലെ ആണ്ടിലൊരിക്കലും ഒന്ന് കുമ്പസാരിച്ചാൽ മതി, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത്. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടത്തിയാൽ മതി. ദൈവം തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലൂടെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിനോടുള്ള സൂക്ഷ്മമായ വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ്. സൂക്ഷ്മമായ വിശ്വസ്തത. പ്രിയപ്പെട്ടവരെ, 29-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കുരുടൻ അന്ധകാരത്തിൽ എന്ന പോലെ നീ മധ്യാഹ്നത്തിൽ തപ്പിത്തടയും, നിന്റെ വഴിയിൽ ഒരിക്കലും നീ മുന്നേറുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം എത്ര കൃത്യമാണെന്ന് ഞാൻ ഓർക്കുക. കർത്താവ് പറയുക, നീ വീട് പണിയും, പക്ഷേ അതിൽ വേറൊരാൾ താമസിക്കും. നീ മറ്റു നാടുകളിൽ പോയിട്ട് പരദേശിയെ പോലെ ജീവിക്കും, അടിമയായിട്ട് ജീവിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 41-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവർ അന്യനാടുകളിൽ അടിമകളായിത്തീരും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയട്ടെ. പിള്ളേരെ ഒരു 12 വയസ്സ് വരെ, 12-ാം ക്ലാസ് വരെ നമ്മുടെ കൂടെയൊക്കെ നമ്മൾ വളർത്തി വലുതാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. 12-ാം ക്ലാസ് കഴിഞ്ഞ് ഇവരെ നമ്മളേതെങ്കിലും ഒരു ഹയർ സ്റ്റഡീസിന് വിടുകയാണെന്ന് വിചാരിക്കുക. ഡിഗ്രി അല്ലെ മറ്റ് കോഴ്സുകൾ അതൊക്കെ വിടുന്നു വിചാരിക്കുക, ഇവിടുന്ന് പുറത്ത് എവിടെയെങ്കിലും. ഈ കൽപ്പനകളോട്, കർത്താവിൻ്റെ വചനങ്ങളോട് സൂക്ഷ്മത പാലിക്കാതെ, കാണിക്കാതെ ജീവിച്ച തലമുറകളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറയണോ? എത്രയോ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം വിശ്വാസത്തെ, സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിച്ച് പോകാൻ ഒരു വിഷമവും ഇല്ലാത്തത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുകയാ, നിനക്ക് പുത്രന്മാരും പുത്രിമാരും ജനിക്കും, നിനക്ക് മക്കളുണ്ടാകും. എന്നാൽ എന്തു ചെയ്യും അവര്? എങ്കിലും അവരെ നിനക്ക് സ്വന്തമായി കിട്ടുകയില്ല. അവരവരുടെ വഴിക്ക് പോകും. പണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ പറഞ്ഞാലും ശരി, അവര് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ അവർക്ക് തോന്നത്തില്ലായിരുന്നു. നല്ല ചിട്ടയോടും വിശ്വാസത്തോടും കാര്യപ്രാപ്തിയോടും കൃപയോടും കൂടി മക്കളെല്ലാം വളർന്നു വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തലമുറകളിലേക്ക് കടന്നു വരുമ്പോൾ ഇതിൽ നിന്നെല്ലാം വലിയ വ്യത്യസ്തമായ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിന് കാരണമുണ്ട്. കർത്താവ് പറയുകയാണ്, നിനക്ക് എല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിന്റെ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് കാരണമുണ്ട്, വെറുതെ അല്ല. കർത്താവ് ശപിക്കുന്നവനോ ശാപം നമ്മളിലേക്ക് ചൊരിയുന്നവനോ അല്ല. എന്തുകൊണ്ട് നിന്റെ തലമുറയിൽ നിനക്കിങ്ങനെ സംഭവിച്ചെന്ന് കർത്താവ് പറയുക. നിനക്കെല്ലാറ്റിലും സമൃദ്ധി ഉണ്ടായി, ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ദൈവം ഒരുപാട് കൃപകൾ തന്നു, നീ അനുതപിച്ചില്ല. നിന്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളോർത്ത് മാപ്പ് ചോദിച്ചില്ല. നീ എന്തു ചെയ്തു? നിനക്ക് സമൃദ്ധി ഉണ്ടായപ്പോൾ ദൈവമായ കർത്താവിന് ശുശ്രൂഷ ചെയ്തില്ല. നീ ദൈവത്തിന് വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. നിന്റെ ദൈവമായ കർത്താവിലേക്ക് നീ തിരിച്ചു വന്നില്ല. നിന്റെ ദൈവത്തിൻ്റെ തിരുനാമത്തെ നീ മഹത്വം നൽകിയില്ല. നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്ത് ദിവസം നീ പരിശുദ്ധമായി ആചരിച്ചില്ല. നിന്റെ മാതാപിതാക്കളെ നീ ദൈവം തന്നതാ, അവരെ നീ ബഹുമാനിച്ചില്ല. പ്രഭാഷകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, മക്കളെ സുരക്ഷിതരായിരിക്കാൻ ഞാൻ പറയുന്നത് കേൾക്കണം. മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാതാപിതാക്കളെ ബഹുമാനിച്ചില്ല, വിശുദ്ധിയോടെ ജീവിച്ചില്ല, വിശ്വസ്തയോടെ ജീവിച്ചില്ല. കർത്താവിൻ്റെ കൽപ്പനകളെ നീ അവഗണിച്ചു, മറുതലിച്ചു ജീവിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? കർത്താവ് പറയുകയാണ്, നിനക്ക് സംഭവിച്ചത്. അതിനാൽ
കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. കണ്ടോ? വലിയ അധ്വാനം, വലിയ ഭാരപ്പെടല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നിനക്കെതിരായി അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനങ്ങൾ ഒരിക്കലും ഫലരഹിതമായി പോകുകയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ: കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന. നിത്യപിതാവേ ആരാധന, നിത്യസത്യമേ ആരാധന, നിത്യാത്മാവേ ആരാധന, നിതാന്ത സ്നേഹമേ ആരാധന.